ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനായി നമുക്ക് ജന്മം നൽകിയപ്പോൾ തന്നെ തീരുമാനിച്ചു, നമ്മൾ എന്നായാലും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തിൻ്റെ വേദന അറിയും. അപ്പോൾ നമ്മളെല്ലാവരും മരണപ്പെടും. ഒരു വ്യക്തി ഒരു വീട്ടിൽ നിന്നും മരിച്ച് പോയി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വഴിയിൽ കൂടി പള്ളിയിൽ എത്തുന്നത് വരെ ദിക്റ് ചെല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ് ചെല്ലും. ദിക്റ് ഫർളും സുന്നത്തും അല്ല, എന്നാലും മറ്റ് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത മയ്യത്ത് കയ്യിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ മയ്യത്ത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റ് ആവശ്യമില്ലാത്ത ചിന്തകളും ദുനിയാവിനെ പറ്റിയുള്ള ഓർമ്മകളും നമ്മളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയാണ് ദിക്റ് ചെല്ലാൻ പറഞ്ഞത്. അങ്ങനെ പള്ളിയിൽ ചെന്ന് മയ്യത്ത് നിസ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നു. മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറയണം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ മുത്ത റസൂലിൻ്റെ മാർഗത്തിൽ മയ്യത്ത് വെക്കുന്നു എന്ന് നമ്മൾ പറയുകയും മനസ്സിൽ കരുതുകയും ചെയ്യുക. അങ്ങനെ മയ്യത്ത് ഖബറിൽ വെച്ച് തൽഖീൻ ഓതുന്നതിനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനുശേഷം മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ നനവുള്ള ഒരുപടി മണ്ണെടുത്തിട്ട് സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഓതി മണ്ണിലൂതി മയ്യത്തിൻ്റെ വലത് കവളത്ത് അത് വെക്കൽ നല്ലതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? പലക വെച്ച് ഒക്കെ മൂടി മണ്ണിടുന്ന സമയത്ത് മണ്ണിട്ട് മൂടി നമ്മളിങ്ങി പോന്നാൽ പോരാ. മണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നും പോകുന്നതിന് ശേഷം ഉടനെ വരും 2 മലക്കുകൾ വിചാരണക്കായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഖബറിൽ മയ്യത്ത് വെച്ച് പലക വെച്ച് മൂടിയതിന് ശേഷം നമ്മൾ മണ്ണിടുന്ന സമയത്ത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് പറയണം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ധൈര്യം കൊടുക്കണേ റബ്ബേ. ആ മുങ്കർ നക്കീർ 2 മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കാനുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ആ മയ്യത്തിനെ കൊടുക്കണ റബ്ബേ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ചോദ്യ സമയത്ത് ആ മയ്യത്തിന് ധൈര്യം കൊടുക്കണേ അല്ലാഹ് എന്ന് നമ്മൾ മണ്ണിടുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാതെ ദുനിയാവിനെ പറ്റിയുള്ള ചിന്തകളോ സംസാരങ്ങളോ പാടില്ല. അതിനുശേഷം അല്ലാഹുമ്മ അംഹിൽഹുൽ ജവാബ്, അല്ലാഹുവേ ഇയാൾക്ക് നീ ഉത്തരം തോന്നിപ്പിക്കണേ തമ്പുരാനെ. മുങ്കർ നക്കീർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള ആ ഉത്തരം നീ മയ്യത്തിൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അംഹിൽഹുൽ ജവാബ്, അല്ലാഹുവേ ഇയാൾക്ക് ഈ മയ്യത്തിന് ഉത്തരം നീ മനസ്സിൽ തോന്നിപ്പിക്കണേ തമ്പുരാനെ. അതുകൊണ്ടും തീർന്നില്ല. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബീക്, അല്ലാഹുവേ ഇയാളുടെ ഖബർ നീ 2 വർഷത്തേക്കും അകറ്റി കൊടുക്കണേ, വിശാലമാക്കണേ തമ്പുരാനെ. ചില പാപം ചെയ്ത ഒരുപാട് തെറ്റുകൾ ചെയ്ത വ്യക്തിയുടെ ഖബറാണെങ്കിൽ ഖബർ 2 ഭാഗത്തു നിന്നും ഇങ്ങനെ അടുത്തേക്ക് വന്നു മയ്യത്തിൻ്റെ 2 വാരി എല്ലുകൾ തമ്മിൽ കോർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുവേ ഇയാളുടെ ഖബർ നീ 2 വർഷത്തേക്കും വിശാലമാക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യണം. അതിനുശേഷം അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ റഹ്മാനെ നീ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇയാൾക്ക് നീ കരുണ ചെയ്യണേ തമ്പുരാനെ എന്ന് നമ്മൾ ദുആ ചെയ്യണം. അല്ലാതെ മയ്യത്ത് ഖബറിൽ വെച്ചതിന് ശേഷം മണ്ണിട്ട് മൂടി ഇങ്ങ് പോരരുത്. തസ്ബീഹത്ത് അത്യാവശ്യമാണ്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അംഹിൽഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, അല്ലാഹുമ്മ ഗുഫിർ ലഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻഹുൽ ഫസ്അ. റഹ്മാനായ റബ്ബേ, ഈ മയ്യത്ത് ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും പാപങ്ങൾ അല്ലെങ്കിൽ നിനക്ക് പൊരുത്തപ്പെടാത്ത അല്ലെങ്കിൽ നിനക്ക് തൃപ്തിപ്പെടാത്ത തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് നീ പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യണേ തമ്പുരാനെ. റഹ്മാനെ ഈ മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, നരകവാസികളിൽ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ എന്ന് നമ്മൾ മയ്യത്ത് ഖബറിൽ വെച്ച് മണ്ണിടുന്ന സമയത്ത് ഈ തസ്ബീഹ് ചെല്ലുന്നത് നല്ലതാണ്. അതിനുശേഷം ഖബറിൽ നിന്ന് മയ്യത്തടക്കി
അടക്കി നമ്മൾ ആ ഖബറിൻ്റെ അടുത്ത് നിന്നും പോരുന്ന സമയത്ത് എന്ത് ചെയ്യണം? സലാം പറയണം. അസ്സലാമു അലൈക്കും യാ അഹ്ലദ്ദാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. മുഅ്മിനീങ്ങൾ മുസ്ലിമുകളുമായ വാസികളെ, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അള്ളാഹു തീരുമാനിച്ചെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നതാണ് എന്ന് സലാം പറയുക. അത് മയ്യത്ത് ഖബറിനെ എപ്പോൾ കണ്ടാലും, ഖബറിൽ നമ്മൾ സിയാറത്തിന് പോകുമ്പോഴും സിയാറത്തും കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും ഇങ്ങനെ സലാം പറയണം. അസ്സലാമു അലൈക്കും യാ അഹ്ലദ്ദാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമാത്ത് വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് സലാം പറയണം. അല്ലാതെ മയ്യത്ത് അടക്കി കഴിഞ്ഞ് ഖബറിന് അവിടെ നിന്ന് വാർത്താവനം പറഞ്ഞ് തമാശയും പറഞ്ഞ് ഇങ്ങ് പോരരുത്. എപ്പോഴും നമ്മൾ ഒരു മയ്യത്ത് നമ്മൾ അടക്കിക്കഴിഞ്ഞാൽ ആ മയ്യത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.